ക്രിയേറ്റീവ് ഫാറ്റിംഗ് ഫേസ്ബുക്കിൽ പരസ്യം ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ കാണാൻ ചാൻസ് ഉള്ളൊരു വാണിംഗ് ആണ് ക്രിയേറ്റീവ് ഫാറ്റിംഗ് എന്ന് പറയുന്നത്. പലരും തെറ്റിദ്ധരിച്ചൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എറർ ആണെന്നാണ്. എന്നാൽ ശരിക്കും ഇതൊരു എറർ അല്ല. എറർ എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ഇത് ശരിക്കും ഒരു വാണിംഗ് ആണ്. എന്തുകൊണ്ടാണ് ക്രിയേറ്റീവ് ഫാറ്റിഗ് വരുന്നത്? എങ്ങനെ ക്രിയേറ്റീവ് ഫാറ്റിഗ് നമുക്ക് ഒഴിവാക്കാം? ക്രിയേറ്റീവ് ഫാറ്റിഗ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെയിൻ റീസൺ ആളുകൾ നമ്മളെ പരസ്യം ആ ഒരു ക്രിയേറ്റീവ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു വീഡിയോ ആയിക്കോട്ടെ, ഒരു പോസ്റ്റ് ആയിക്കോട്ടെ, അത് കണ്ട് കണ്ട് മടുത്ത് പിന്നെ ആളുകൾ ശ്രദ്ധിക്കാതെ അവർ ചുമ്മാ നമ്മളെ ആഡ് വരുമ്പോഴേക്ക് അവർ സ്ക്രോൾ ചെയ്ത് വിടും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ക്രിയേറ്റീവ് ഫാറ്റിഗ് വരും. അത് ആളുകളൊന്നും നമ്മളെ പരസ്യം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു കേസ് വരുന്ന സമയത്ത്. സോ ഇതിനുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സജഷൻ എന്ന് പറയുന്നത്, ഒന്ന്, നിങ്ങൾ മൾട്ടിപ്പിൾ ക്രിയേറ്റീവ്സ് യൂസ് ചെയ്യുക. ഒരൊറ്റ ക്രിയേറ്റീവ് യൂസ് ചെയ്യാതെ മൾട്ടിപ്പിൾ ക്രിയേറ്റീവ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്, കൃത്യമായ ഇൻ്റർവെല്ലിൽ, കൃത്യമായ ഇടവേളയിൽ നിങ്ങളെ ക്രിയേറ്റീവ് മാറ്റിക്കൊണ്ടിരിക്കുക. അതായത് കാലാകാലത്തോളം, ആഴ്ചകളോളം, മാസങ്ങളോളം ഒരേ ക്രിയേറ്റീവ് വെച്ചിട്ട് റൺ ചെയ്യാതെ ഈ ക്രിയേറ്റീവ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ കൊടുക്കുന്ന ക്യാപ്ഷൻസ്, ഇമേജസ്, കാര്യങ്ങളൊക്കെ കൃത്യമായ ഇടവേളയിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന് ശരിക്കും ഒരു കൃത്യമായ ഡ്യൂറേഷൻ പറയാൻ പറ്റില്ലെങ്കിൽ കൂടിയും പരമാവധി നിങ്ങളൊരു 14 ദിവസം അല്ലെങ്കിൽ 10 ദിവസം, 14 ദിവസം കൂടുമ്പോൾ നിങ്ങൾ ക്രിയേറ്റീവ് എന്തായാലും കമ്പൽസറി ആയിട്ടും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ചിലപ്പോൾ നമ്മളൊരു വളരെ നേരോ ആയിട്ടുള്ളൊരു ഏരിയ ആയിരിക്കും, ഒരു ചെറിയ ടൗണൊക്കെ ആയിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസ് വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോക്കുക, നമുക്ക് അവിടെ നമ്മളെ CTR വല്ലാതെ കൂടുന്നു, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ക്രിയേറ്റീവ് ചേഞ്ച് ചെയ്യാൻ സമയമായി എന്ന് മനസ്സിലാക്കുക. ശരിക്കും ആ ഒരു വാണിംഗ് വരുന്നതിന് മുന്നേ തന്നെ പരമാവധി പെട്ടെന്ന് തന്നെ ആ ഒരു ക്രിയേറ്റീവ് ചേഞ്ച് ചെയ്യുക. ശരിക്കും ഒരു കൃത്യമായ ഇടവേളയിൽ നമ്മളെ ഈ ക്രിയേറ്റീവ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതും നല്ല എഫക്റ്റീവായിട്ടുള്ള, അട്രാക്റ്റീവായിട്ടുള്ള, കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റേഴ്സ് ചെയ്യുക. കസ്റ്റമറെ കണക്ട് ചെയ്യാൻ പറ്റും, കസ്റ്റമർക്ക് ഇമോഷണലി കണക്റ്റ് ആവുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകൾ കൊടുക്കുക. അപ്പം നമുക്ക് പരമാവധി ഈ ഒരു ക്രിയേറ്റീവ് ഫാറ്റിഗ് വരുന്ന ഒരു ഇഷ്യൂ ഒഴിവാക്കാൻ പറ്റും.